ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ രാഹുൽ കൈലാസത്തിൽ ചെന്നിട്ട് ഗംഗ മരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ദേവയാനിയമ്മയ്ക്കും ഹൈമാവതിക്കും ശ്രേയയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേവയാനിയമ്മ പറയുന്നുണ്ട്, അവൾ ഭയങ്കര പരമശിവന്റെ ഭക്തിയല്ലേ, അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുന്നു. രാഹുൽ അപ്പോൾ പറയുന്നുണ്ട്, മന്ത്രമാണോ മായയാണോ അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ അവളുടെ പേരിലാണെങ്കിൽ കേസൊക്കെ അന്വേഷിക്കാൻ തുടങ്ങുന്നുണ്ട്. അന്വേഷണം നമ്മുടെ നേരെ വന്നാൽ നമ്മൾ എല്ലാവരും കുടുങ്ങാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ഗംഗയുടെ അടുത്ത് മഹിയും മാളും കയറി കാണുകയാണ്. മാളു ഗംഗയെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഗംഗ എഴുന്നേക്കുന്നില്ല. അപ്പോൾ മാളു വിഷമിക്കുകയാണ്. നേഴ്സ് അപ്പോൾ പറയുന്നുണ്ട്, ഗംഗ മരുന്നൊക്കെ കഴിച്ച് ഉറങ്ങുകയാണ്, വിഷമിക്കണ്ട, കണ്ണു തുറക്കുമെന്നൊക്കെ പറയുന്നു. മാളു അപ്പോൾ പറയുന്നുണ്ട്, എന്റെ ഗംഗയെ നന്നായിട്ട് നോക്കണേന്നൊക്കെ. നേഴ്സ് അപ്പോൾ നോക്കിക്കോളാമെന്നൊക്കെ പറയുന്നു. മാളു മഹിയോട് പറയുന്നുണ്ട്, എനിക്ക് ഗംഗയ്ക്ക് വേണ്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം, ശ്രീ പരമശിവനോട് പ്രാർത്ഥിക്കണം, അപ്പൊ ഗംഗയുടെ അസുഖമെല്ലാം മാറും, നമുക്ക് അമ്പലത്തിൽ പോകാമെന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, ഗംഗയെ തനിച്ചാക്കിയിട്ട് എങ്ങനെ പോകാനാണ്, അത് ശരിയാകത്തില്ല എന്ന് പറയുന്നു. നേഴ്സ് അപ്പോൾ പറയുന്നുണ്ട്, സാറും മോളും കൂടി പൊക്കോ, ഞാൻ ഗംഗമേടത്തെ നോക്കിക്കൊള്ളാമെന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് പോകാമെന്ന്, അതിനു വേണ്ടിയാണെങ്കിൽ ദേവയാനിയമ്മയെ വിളിക്കുന്നുണ്ട്. ദേവയാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ തീരെ വയ്യ, അത് മാത്രമല്ല ഗംഗയ്ക്ക് വേണ്ടി ഞാൻ വഴിപാടൊക്കെ നേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അത് മതി, നിങ്ങൾ അമ്പലത്തിലൊന്നും പോകണ്ട എന്നൊക്കെ പറയുന്നു. എനിക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ടാണ് ഞാൻ വരാത്തത്, ഞാൻ വന്നാൽ ഞാനും അവിടെ അഡ്മിറ്റ് ആകേണ്ടി വരുമെന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ വരണ്ടെന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. നേഴ്സ് അപ്പോൾ വീണ്ടും പറയുന്നുണ്ട്, സാറും മോളും പോയിട്ട് വാ, ഞാൻ ഗംഗമേടത്തെ നോക്കിക്കൊള്ളാമെന്ന്. മഹി അപ്പോൾ മാളൂനെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. മഹിയും മാളും പോയി അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. മഹി ഗംഗയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാളുവും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അമ്മയില്ലാത്ത കുട്ടിയല്ലേ, ഗംഗ കൂടെ ഇല്ലാതായാൽ പിന്നെ എനിക്ക് ആരാണുള്ളതെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്പലത്തിലെ തിരുമേനി പറയുന്നുണ്ട്, ഗംഗ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കും, ഭഗവാൻ ഏറ്റവും വേണ്ടപ്പെട്ടവളാണ് ഗംഗ എന്നൊക്കെ പറയുന്നു. മാളുവും മഹിയും ഹോസ്പിറ്റലിലേക്ക് അമ്പലത്തിൽ പോയിട്ട് വരുന്നു. മാളു ഗംഗയുടെ നെറ്റിയിൽ ഭസ്മം തൊട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗംഗയെ വിളിക്കുകയാണ്, എഴുന്നേക്ക് ഗംഗ എന്ന് പറഞ്ഞിട്ട്. മഹി അപ്പോൾ പറയുന്നുണ്ട്, ഗംഗയെ ശല്യം ചെയ്യണ്ട, ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ. മാളു അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പരമശിവനോട് പ്രാർത്ഥിച്ചതാണ്, അതുകൊണ്ട് ഗംഗ ഇപ്പൊ തന്നെ കണ്ണു തുറക്കുമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം വീണ്ടും വീണ്ടും മാളു വിളിക്കുകയാണ്. മാളു ഒരുപാട് തവണ വിളിക്കുമ്പോൾ ഗംഗ കണ്ണു തുറക്കുന്നു. ഗംഗ കണ്ണു തുറന്നിട്ട് മാളു എന്ന് വിളിക്കുന്നു. അതിനുശേഷം മഹിയേട്ടാന്ന് വിളിക്കുന്നുണ്ട്. രണ്ടു പേർക്കും ഒരുപാട് സന്തോഷമാകുന്നു. ഡോക്ടറും അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട്, ഇനിയും പേടിക്കാനൊന്നുമില്ലെന്നൊക്കെ. ഗംഗ വീണ്ടും ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ക്ഷീണം കൊണ്ടാണ്, ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ പറയുന്നു. ശരീരത്തിന്റെ സ്റ്റിഫ്നെസ് കൂടെ പോയാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആക്കാമെന്നൊക്കെ പറയുന്നു. ഡോക്ടർ പോയതിനു ശേഷം നേഴ്സ് മഹിയോട് പറയുന്നുണ്ട്, മേഡത്തിന് ഇടാൻ ഡ്രസ്സ് വേണമെന്ന്, വീട്ടിൽ പോയി ഡ്രസ്സ് എടുത്തിട്ട് വരാനെന്ന് പറയുന്നു. മഹി മാളുവിനോട് പറയുന്നുണ്ട്, നമുക്ക് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാമെന്ന്. മാളു അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഗംഗയുടെ കൂടെ ഇരിക്കാമെന്ന്. മഹി അപ്പോൾ അത് വേണ്ട, നേഴ്സ് ആൻറ്റി ഇരുന്നോളുമെന്നൊക്കെ പറയുന്നു. മഹിയും മാളും വീട്ടിലേക്ക് വരുന്നുണ്ട്. കൈലാസത്തിൽ അപ്പോൾ ശ്രേയയും ഹൈമാവതിയും ദേവയാനിയമ്മയും ഗംഗയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, ഗംഗയ്ക്ക് ഒരു കുഴപ്പവുമില്ല, ഇപ്പൊ ശരിയായിട്ടുണ്ടെന്നൊക്കെ. മഹി പറയുന്നത് കേട്ടിട്ട് 3 പേർക്കും സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ 3 പേരും സങ്കടമുള്ളതുപോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഗംഗ ഓർത്തിട്ട് ഭയങ്കര സങ്കടമായിരുന്നുവെന്നും ഗംഗ രക്ഷപ്പെട്ടല്ലോ എന്നും ഒക്കെ പറയാണ്. ദേവയാനി അമ്മ ഒന്നും കഴിക്കാതെ പൂജാമുറിയിലായിരുന്നു എന്നൊക്കെ ശ്രേയ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മഹി പറയുന്നുണ്ട്, അമ്മ ആരോഗ്യം നോക്കണ്ടേ എന്നൊക്കെ. മഹിയും മാളും റൂമിലേക്ക് പോയതിനു ശേഷം 3 പേരും വീണ്ടും പറയുകയാണ്, ഗംഗയ്ക്ക് ഭയങ്കര ആയുസാണല്ലോ, എന്താണ് ചെയ്യുക എന്നൊക്കെ പറയുന്നു. ദേവയാനിയമ്മ പറയുന്നുണ്ട്, ആ ഡയറിയും ഫോണും എവിടെയാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന്. ഹൈമാവതി പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ആരെയും സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും അവളെ കൊല്ലാൻ പറ്റുമോ എന്നൊക്കെ. ദേവയാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട്, ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യുന്നത് ബുദ്ധിയല്ല, അബദ്ധമാകും. ശ്രേയ എപ്പോൾ പറയുന്നുണ്ട്, ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ ഡയറിയും മൊബൈലുമാണെന്ന്. ശേഷം കാണിക്കുന്നത് സർപ്പക്കാവും സർപ്പക്കാവിൽ നാഗം കാവിലിരിക്കുന്നതുമാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്